സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവൃത്തി സമയത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഇന്നു മുതൽ ആണ് ആ പ്രവൃത്തി സമയം മാറിയിട്ടുള്ളത്. അതായത് രാവിലെ 10 മണിക്ക് തന്നെ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കാം എന്നുള്ളതാണ്. എല്ലാ ബാറുകൾക്കും തന്നെ രാവിലെ 10 മണിക്ക് തുറന്ന് പ്രവർത്തിക്കാം. അതോടൊപ്പം തന്നെ 12 മണി വരെ. നമുക്ക് ആ പ്രവർത്തന സമയത്തിന്റെ വിശദാംശങ്ങൾ ആദ്യമൊന്നും പരിശോധിച്ചു പോയാൽ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയിരിക്കുന്നു. രാവിലെ 10 മണിക്ക് ആണ് ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. രാത്രി 12 മണി വരെ ആണ് ഇപ്പോൾ ബാറുകൾക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ഇത് ബിയർ പാർലറുകൾക്കും വൈൻ പാർലറുകൾക്കും അടക്കം ബാധകമാകുന്ന തരത്തിൽ ആണ് സർക്കാർ ഈ വർധനവ് വരുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിലെ 5 സ്റ്റാർ ബാർ ഹോട്ടലുകൾക്ക് പുലർച്ചെ 3 മണി വരെ പ്രവർത്തിക്കാം എന്നുള്ളതാണ്. അങ്ങനെ പ്രവർത്തന സമയം എന്നത് രാവിലെ 10 മണിക്ക് ആരംഭിച്ചാൽ പുലർച്ചെ 3 മണി വരെ ഇവർക്ക് പ്രവർത്തിക്കാം എന്നതാണ്. ഇതിനായി ലൈസൻസിന് പുറമെ 5 ലക്ഷം രൂപ നൽകുന്നവർക്കാണ് ഇത്തരത്തിൽ 3 മണി വരെയുള്ള പ്രവർത്തന സമയം അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കേരളത്തിലെ ബാറുകളുടെ പ്രവർത്തന സമയം മാറുമ്പോൾ അതിനോട് പ്രതിപക്ഷ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ വിവിധ മത സാമുദായിക സംഘടനകളുടെയും ഒക്കെ പ്രതികരണം പുറത്തു വരുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം എന്താ എന്നതാണ്. മദ്യനയം നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചത് എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത്. പൊതു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട് എന്ന പ്രതികരണം കൂടി വരികയാണ്. ആ പ്രതികരണത്തിന്റെ പശ്ചാത്തലം എന്നത് ഇങ്ങനെയൊരു വിഷയം മന്ത്രിസഭ അറിഞ്ഞിരുന്നില്ലേ, അതല്ല എങ്കിൽ ഇടതുമുന്നണി അറിഞ്ഞിരുന്നില്ലേ എന്ന ചോദ്യമൊക്കെ ഉയരുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. അരുൺ, പൊതുവിൽ പല സർക്കാർ തീരുമാനങ്ങളും കൂട്ടായി എടുക്കുന്നതല്ല, മുന്നണി അറിയുന്നില്ല, മന്ത്രിസഭ പോലും അറിയുന്നില്ല. അതിപ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ സ്കീമുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ, പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോയ സാഹചര്യം. ഇപ്പോഴിതാ ഈ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുമ്പോഴും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മുന്നണിയും മന്ത്രിസഭയും ഒന്നും അറിഞ്ഞില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മുന്നണിയും മന്ത്രിസഭയും ഇക്കാര്യം അറിയേണ്ടതില്ല എന്നുള്ളതാണ് വിശദീകരണം. കാരണം അത് നേരത്തെ തന്നെ സർക്കാരിന്റെ മധ്യത തീരുമാനിക്കപ്പെട്ടതാണ്. പിന്നീട് അതിൽ കൂട്ടിച്ചേർക്കൽ വരുമ്പോൾ അതിന് മുന്നണിയുടെയോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെയോ തീരുമാനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അതൊരു നയപരമായ തീരുമാനമല്ല, മറിച്ച് ഭരണപരമായ തീരുമാനമെന്നാണ് സർക്കാർ വ്യാഖ്യാനിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ താൽപര്യപ്രകാരമാണ് ഈ ഒരു തീരുമാനമെന്ന് വ്യക്തമാക്കുന്ന ഫയൽ നീക്കത്തിന് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രധാനമായും ഇത് ടാക്സസ് വകുപ്പിന്റെ, നികുതി വകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന ഫയലായിരുന്നു. അത് മന്ത്രി MB രാജേഷ് ഫയൽ പിന്നീട് കൈകാര്യം ചെയ്യുന്നു. 29-ാം തീയതി ആ ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രി എന്ന് വിളിച്ചു വരുത്തുന്നു. 29-ാം തീയതി ബജറ്റ് ദിവസമാണത്. പിന്നീട് 29-ന് വിളിച്ചു വരുത്തുന്നു. പിന്നീടാണ് ആ തീരുമാനം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ആ തീരുമാനം മുഖ്യ നിർദ്ദേശപ്രകാരം ആ തീരുമാനം പുറത്തു വരുന്നത്. ഏതായാലും ബാർ ഉടമകൾ നൽകിയ റെപ്രസെന്റേഷൻ ഫ്രം Kerala Hotel Association regarding the extension of working time in bar and beer parlors. അതായത് ബാർ ഉടമകളുടെ, സംസ്ഥാനത്തെ മദ്യ മുതലാളിമാരുടെ ബാർ ഉടമകളുടെ ആവശ്യം പരിഗണിച്ചാണ് ഈ തീരുമാനമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മന്ത്രിസഭ സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കത്തിന്റെ രേഖകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് നേരത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ സർക്കാരിന്റെ വിശദീകരണം ഇന്നലത്തെ ഈ വിജ്ഞാപനത്തിൽ പറയുന്നത്, ചിലയിടങ്ങളിൽ 10 മുതൽ, അതായത് ടൂറിസം കേന്ദ്രങ്ങളിൽ 10 മണിക്ക് ബാറുകൾ തുറക്കുന്നു, 12 വരെ പ്രവർത്തിക്കുന്നു. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അത് 11 മുതൽ 11 രീതിയിലേക്ക് മാറുമ്പോൾ അതൊരു ആശയക്കുഴപ്പമുണ്ടാകുന്നു. അതുകൊണ്ട് ഏകീകരിക്കുന്നു എന്നാണ് ഈ തീരുമാനത്തിന്റെ കാരണമായി സർക്കാർ ഈ വിജ്ഞാപനത്തിൽ തന്നെ വിശദീകരിച്ചു. പക്ഷെ അങ്ങനെയല്ല, ബാർ ഉടമകളുടെ ആവശ്യം പരിഗണിച്ചാണ് ഇതെന്ന് ഈ ഫയൽ നീക്കത്തിന്റെ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണ്, എക്സൈസ് വകുപ്പിന്റെ മാത്രം ഒരു തീരുമാനമല്ല. മന്ത്രിസഭ അറിഞ്ഞില്ലെന്ന ആരോപണങ്ങൾ ഉയരുമ്പോഴും മുഖ്യമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഫയൽ നീക്കം സംബന്ധിച്ച രേഖകൾ. ഏതായാലും മുന്നണി അതായത് LDF കൺവീനറുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്, ഒരു നയം സ്വീകരിച്ചത് കഴിഞ്ഞാൽ അതാത് വകുപ്പുകൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഇവിടെ ഇതാ മുഖ്യമന്ത്രി തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടത് എന്ന് മനസ്സിലാകുന്നു. അത് ബാർ ഉടമകളുടെ ആവശ്യപ്രകാരമാണ് എന്നത് മനസ്സിലാക്കുന്നു. ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനം ആണ് ഇടത് സർക്കാരിന്റെ ലക്ഷ്യം എന്ന് ഇടത് സർക്കാർ ആവർത്തിച്ചു പറയുന്നതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇക്കാര്യം പറയുന്നതാണ്. പക്ഷേ മദ്യവർജനത്തിൻ്റെതായ നീക്കങ്ങളല്ല, മറിച്ച് മദ്യ ഉപഭോഗം വർദ്ധിക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ മന്ത്രിസഭ അറിയേണ്ടതുണ്ട്, വകുപ്പുകൾ
മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ മുഖ്യമന്ത്രിയുടെ ഒരു നീക്കം, അതിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനം എന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയല്ലേ? തീർച്ചയായിട്ടും സാങ്കേതികമായും അല്ലെങ്കിൽ നിയമപരമായും ഇത് മന്ത്രിസഭാ യോഗമോ മന്ത്രിസഭയുടെ അനുമതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മുന്നണിയുടെ അനുമതിയോ ഒന്നും വേണ്ട വിഷയമല്ല. നേരത്തെ മദ്യം തീരുമാനിക്കപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ പ്രശ്നമുള്ളത് ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമയമാണ്. സ്വാഭാവികമായും ഇന്ന് ഓർത്തഡോക്സ് സഭയടക്കം ഈ തീരുമാനത്തിന് രംഗത്ത് വന്നിരുന്നു. അവിടെ രാഷ്ട്രീയമായ ഒരു പ്രത്യാഘാതം കൂടി. നേരത്തെ തന്നെ സർക്കാർ മദ്യ ഉപഭോഗം അല്ലെങ്കിൽ മദ്യ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളാണ് സർക്കാരിന്റെ വിമർശനം ക്രൈസ്തവ സഭകളുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇതൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരമൊരു തീരുമാനം എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന ചോദ്യമാണ് സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത്. അവിടെ തന്നെ KR ജ്യോതിലാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കൈവശമുണ്ടായിരുന്ന ഫയൽ 28-ാം തീയതി അത് അദ്ദേഹത്തിന്റെ പക്കലുള്ള ഫയൽ 29-ന് മന്ത്രി MB രാജേഷിന്റെ പക്കലെത്തുന്നു. അവിടെ നിന്ന് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഫയൽ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്യുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ബാർ ഉടമകളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ടൂറിസം മേഖല ആവശ്യത്തിന്റെ ഭാഗമായി എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഈ സമയ ഏകീകരണത്തിന്റെ ഭാഗമായി ഉള്ളതെന്നല്ല ഈ ഫയൽ നീക്കത്തിൽ വ്യക്തമാകുന്നത്. ബാർ ഉടമകളുടെ ആവശ്യം പരിഗണിച്ച് അവിടെയാണ് പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വരാൻ ആലോചിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാർ ഉടമകളുമായുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമെന്ന വിമർശനം പ്രതിപക്ഷ കേന്ദ്രങ്ങളിൽ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. അവിടെയാണ് സർക്കാർ രാഷ്ട്രീയമായി ഇത് മറുപടി പറയേണ്ടത്. നിയമപരമായോ സാങ്കേതികമായോ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ ഒരുപക്ഷെ ആർക്കും കഴിയാത്തൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ ഒരു വിഷയമുള്ളത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകുമ്പോൾ അത് സർക്കാരിനെ മുന്നണിക്ക് തിരിച്ചടിയാകില്ലെന്ന ചോദ്യം. അവിടെയാണ് മുന്നണിയുടെ അനുമതി ഇതിനുണ്ടായിരുന്നോ? നേരത്തെ മദ്യനയത്തിന് അനുമതി ഉണ്ടായിരുന്നു, മുന്നണി ചർച്ച ചെയ്തേണ്ട മദ്യനയം തീരുമാനമെടുത്തു. പക്ഷേ അതിനുശേഷം ഇത് പ്രധാനപ്പെട്ട ഒരു നയപരമായ തീരുമാനം അല്ലെങ്കിൽ പോലും ബാറിന്റെ സമയം മാറ്റുന്ന വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇടവയ്ക്കുന്ന, പലതരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, രാഷ്ട്രീയമായി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തീരുമാനമാണ്. അവിടെ ഇത് മുഖ്യമന്ത്രിയുടെ മാത്രം താല്പര്യമാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രിയുടെ മാത്രം താല്പര്യമാണോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായും സർക്കാർ ഇടതുമുന്നണി CPM മറുപടി പറയേണ്ടി വരിക. തീർച്ചയായും അരുൺ, ദയവായി തുടരുക. ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അടിയന്തരമായ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സഭകൾക്ക് ഉൾപ്പെടെ പറയാനുള്ളത് എന്ത് എന്നതുകൂടി നമുക്ക് നോക്കാം. ബാറുകളുടെ സമയം നീട്ടിയതിനെതിരെ KCBCയും ഓർത്തഡോക്സ് സഭയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാകില്ല എന്നാണ് KCBCയുടെ മദ്യവിരുദ്ധ സമിതി തുറന്നടിക്കുന്നത്. തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെടുകയാണ്. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നതാണ് തീരുമാനം എന്നതാണ് ഓർത്തഡോക്സ് സഭയുടെ വിമർശനം. 1000-ഓളം വരുന്ന ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ വിറ്റുതുലയ്ക്കുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തോട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അപജയമാണ്. ആ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ ഇല്ലായ്മ ചെയ്യുവാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണോ എന്ന വളരെ ആശങ്കയോടുകൂടി മാത്രമേ നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ. അമ്മമാരുടെ കണ്ണുനീരിനേക്കാളും വലുതാണോ ബാർ മുതലാളിമാരുടെ ആവശ്യമെന്ന് സർക്കാർ ചിന്തിക്കണം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് 2016 അധികാരത്തിലേറുമ്പോൾ മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ട് വരും എന്ന് നമുക്കറിയാം. പല പരസ്യങ്ങളും നൽകി, സിനിമാ നടിമാരെയൊക്കെ ഉപയോഗിച്ച് പരസ്യങ്ങൾ നൽകി അധികാരത്തിൽ കയറി 2026 ആയപ്പോഴത്തേക്ക് 24 hours എല്ലായിടത്തും മദ്യം ലഭ്യമാക്കുക എന്ന് പറയുന്നത്, അതിനകത്ത് രാഷ്ട്രീയമല്ല ഈ പറയുന്നത്. കേരളത്തിൻ്റെ ഒരു തലമുറയെ പറ്റിയുള്ള ആശങ്കയാണ് പറയുന്നത്. ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കണം. ഇത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം പറയുവാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു തലമുറയെ നിലനിർത്തുവാൻ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനത്തോടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് എവിൾസ് ഓൺ കൺട്രിയായി മാറാതിരിക്കുവാൻ, നമ്മുടെ തനതായ നമ്മുടെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ സഭകൾ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യം, പ്രത്യേകിച്ച് VV അരുൺ പറഞ്ഞു നിർത്തിയത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അത് ആർക്ക് വേണ്ടിയുള്ള ഡീൽ എന്ന സംശയം ഉയർത്തും പ്രതിപക്ഷം എന്നതാണ്. എങ്കിൽ പ്രതിപക്ഷത്തിന് മുമ്പ് തന്നെ മതസാമുദായിക സംഘടനകളുടെ പ്രതികരണം പുറത്തു വരുന്നു. പ്രത്യേകിച്ച് KCBCയുടെ പ്രതികരണം എന്നത് അവർ ഈ തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. അവിടെ ഒരു തലമുറ, അതായത് ഡാനി സൂചിപ്പിക്കുന്ന പോലെ മദ്യപാനം എന്നത് പല രാജ്യങ്ങളിലുമുള്ള ഒരു ശീലമാണ്. പക്ഷേ മലയാളികളുടെ ഒരു മദ്യപാന ശീലം അതാണോ എന്ന സംശയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.